വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിണാമത്തിൻ്റെ വഴികൾ, ജീവശാസ്ത്രം പാർട്ട് 2 ആണിത്. കഴിഞ്ഞതിൽ നമ്മൾ ലാമാർക്കിസത്തിൻ്റെ ഇത് മുതൽ വരെ നിർത്തി. ലാമാർക്കിസത്തിൻ്റെയും ഡാർവിനിസത്തിൻ്റെയും താരതമ്യം വരെ പറഞ്ഞു നിർത്തി. ഇനി അടുത്തത് നിയോ ഡാർവിനിസമാണ്. അതിലാണ് ഈ വീഡിയോയിൽ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇഷ്ടപ്പെടാത്ത വീഡിയോ കൊള്ളില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് ഉപകാരമില്ലാന്ന് തോന്നുവാണെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാതെ. അടുത്തത് നിയോ ഡാർവിനിസമാണ്. ലാമാർക്കിസം, ഡാർവിനിസം എന്നിവയുടെ താരതമ്യ പഠനം അധിക വിവരം ശേഖരിച്ച് കൂടുതൽ വസ്തുതകൾ ഉൾപ്പെടുത്തി ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ജീവിവർഗങ്ങളുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ പരിമിതികൾ ഉണ്ടായിരുന്നു. ഈ പരിമിതികൾ ഡാർവിനിസത്തിന് വെല്ലുവിളിയുണ്ടാക്കിയോ? ചുവടെ നൽകിയ വിവരണം വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപീകരിക്കും. നിയോ ഡാർവിനിസം. വ്യതിയാനത്തിൻ്റെയും പാരമ്പര്യ പ്രേഷണത്തിൻ്റെയും ജനിതക അടിത്തറയെക്കുറിച്ച് ചാൾസ് ഡാർവിന് ധാരണയില്ലാത്തതിനാൽ ഡാർവിൻ്റെ പരിണാമാശയവും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഗ്രിഗർ മെൻഡലിൻ്റെ കണ്ടെത്തലുകളും ക്രോമസോമുകളും ജീനുകളെയും കുറിച്ചുള്ള ധാരണകളും വന്നതോടെ പരിണാമത്തിനിടയാക്കുന്ന വ്യതിയാനങ്ങൾക്ക് കാരണം ജനിതക മാറ്റങ്ങൾ, ലൈംഗിക പ്രത്യുൽപാദന സമയത്തെ ജനിതക പുനഃസംയോജനം, ജീൻ പ്രവാഹം എന്നിവയാണെന്ന് തിരിച്ചറിഞ്ഞു. പോപ്പുലേഷൻ ജെനറ്റിക്സ്, പാലിയോന്റോളജി, പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള തെളിവുകളും തുടർ പഠനങ്ങളും ഡാർവിനിസത്തോട് കൂട്ടിച്ചേർത്ത് നിയോ ഡാർവിനിസം രൂപപ്പെടുത്തിയതോടെ വിമർശനങ്ങൾക്കിടയില്ലാത്ത വിധം ഡാർവിനിസം യുക്തിഭദ്രമായി. അപ്പം ഡാർവിനിസത്തോട് കൂട്ടിച്ചേർത്ത് പരിസ്ഥിതി പ്രശ്നം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള തെളിവുകളും തുടർ പഠനങ്ങളും ഡാർവിനിസത്തിനോട് ചേർത്തപ്പോൾ നിയോ ഡാർവിനിസം കഴിഞ്ഞപ്പോൾ വിമർശനങ്ങൾക്ക് ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നിയോ ഡാർവിനിസത്തിൻ്റെ ഉത്ഭവം. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് നിരവധി ആധുനിക ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇവോല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിനിൽ ആരോഗ്യ സംരക്ഷണത്തിന് പരിണാമാശയങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് പരിണാമാശയങ്ങൾ ഉപയോഗിക്കുന്ന ശാസ്ത്രമാണ് ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ. ആരോഗ്യ സംരക്ഷണത്തിന് പരിണാമാശയങ്ങൾ ഉപയോഗിക്കുന്ന ശാസ്ത്രമാണ് ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ. ഉദാഹരണത്തിന് ബാക്ടീരിയകളോ വൈറസുകളോ കാലക്രമേണ മരുന്നുകളെ പ്രതിരോധിക്കുന്ന തരത്തിൽ പരിണമിക്കുന്നതെങ്ങനെയെന്ന് പഠിക്കുന്നു. ഇതിലൂടെ പുതിയ ചികിത്സാ മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിനോ നിലവിലുള്ളവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനോ കഴിയുന്നു. ഒരു വ്യക്തിയുടെ ജീനുകളും കുടുംബത്തിൻ്റെ ജനിതക ചരിത്രവും പരിശോധിച്ച് പേഴ്സണലൈസ്ഡ് മെഡിസിൻ രൂപകൽപ്പന ചെയ്യുന്നു. DNA പഠനങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും രോഗങ്ങളെ മനസ്സിലാക്കാനും അവയെ ചെറുക്കാനുമുള്ള പുതിയ വഴികൾ കണ്ടെത്താനും ഡോക്ടർമാരെ സഹായിക്കുന്നു. പരിണാമവൃക്ഷം, എവല്യൂഷണറി ട്രീ എന്ന ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓരോ ജീവിവിഭാഗവും എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ചുവടെ നൽകിയ ചിത്രീകരണം, 2-4 വിവരണം എന്നിവ സൂചകങ്ങളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്ത നിഗമനങ്ങൾ സാധിക്കും. അപ്പം കൊടുത്തേക്കുന്നത് ലൂക്ക MRCA 2 സംഭവമാണ്. ഇതിൽ ബ്ലൂ കാണിക്കുന്നത് LUCA, ലൂക്ക. LUCയുടെ ഫുൾ ഫോമാണ് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ. എന്നാണ് ഈ ലൂക്കയുടെ ഫുൾ ഫോം. MRCAയുടെ ഫുൾ ഫോം മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസെസ്റ്റർ. MRCAയുടെ ഫുൾ ഫോം മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസെസ്റ്റർ. ബാക്ടീരിയ, ബ്ലൂ ബാക്ടീരിയ, റെഡ് ആർക്കിയയും യൂക്കാരിയും ബാക്ടീരിയകൾ പങ്കിടാതെ ഒരു പൊതു പൂർവികരെ പങ്കിടുന്നു. പ്രോട്ടിസ്റ്റ, സസ്യങ്ങൾ, ഫംഗസ്, ജന്തുക്കൾ എന്നിവ ഒരു പൊതു പൂർവികനിൽ നിന്നാണ് രൂപപ്പെടുന്നത്.
അപ്പം ആർക്കിയയും യൂക്കാരിയും ബാക്ടീരിയകൾ പങ്കിടാതെ പൊതുപൂർവികരെ പങ്കിടുന്നു. ഒരു പൊതുപൂർവനിൽ നിന്ന് രൂപപ്പെട്ടതാണ് പ്രോട്ടിസ്റ്റ്, സസ്യങ്ങൾ, ഫംഗസ്, ജന്തുക്കൾ എന്നിവ. ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകളുണ്ടാകുന്ന സ്പീസിയേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയിൽ ജൈവവൈവിധ്യം രൂപപ്പെട്ടത്. സ്പീഷീസുകളെല്ലാം അവസാനത്തെ സാർവത്രിക പൊതുപൂർവികരിൽ നിന്ന് രൂപപ്പെട്ടതായും വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഏറ്റവും അടുത്ത പൊതുപൂർവികർ ഉണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നു. അവസാനത്തെ സാർവത്രിക പൊതുപൂർവികർ, അതായത് ലൂക്ക, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്നും, വ്യത്യസ്ത സ്പീഷീസുകൾ ഏറ്റവും അടുത്ത പൊതുപൂർവികർ MRCA, മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ എന്നും അറിയപ്പെടുന്നു. ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സ്പീസിയേഷൻ. ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ ഒറ്റ സ്പീഷീസായി തന്നെ തുടരും. ജീവഗണത്തിലെ അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങളോ മറ്റോ മ്യൂട്ടേഷൻ, പ്രകൃതി നിർമ്മാണം, ജനിതക പുനഃസംയോജനം മുതലായവ പരസ്പരം വേർപെടുത്തിയാൽ കാലക്രമേണ നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. ജീവഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതോടെ ഇവ വ്യത്യസ്ത സ്പീഷീസുകളായി പരിണമിക്കുന്നു. ഇതാണ് സ്പീസിയേഷൻ. സ്പീഷീസ് പ്രക്രിയയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ച ഡാർവിൻ്റെ പുസ്തകമാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. സ്പീഷീസ് പ്രക്രിയയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ച ഡാർവിൻ്റെ പുസ്തകം ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. നമ്മളിപ്പം സൂചകങ്ങൾ ലൂക്ക, മാർക്ക ഇവയെ താരതമ്യം ചെയ്യാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ പറഞ്ഞല്ലോ. ഫംഗസുകൾ ഏറ്റവും അടുത്ത ജീവി വിഭാഗമേത്? എന്തുകൊണ്ട്? ജീവികളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? ഈ സാഹചര്യങ്ങൾ സ്പീഷീസുകളുടെ രൂപപ്പെടലിന് കാരണമാകുന്നത് എങ്ങനെ? എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. പരിണാമത്തിൻ്റെ തെളിവുകൾ. എവിഡൻസ് ഓഫ് എവല്യൂഷൻ. ജീവപരിണാമത്തിന് ഉപോത്പ്ലവകമായ തെളിവുകൾ അനവധിയാണ്. ജീവികളിലെ തന്മാത്രകളുടെ താരതമ്യ പഠനം മുതൽ ഭൂമിയിലെ ജീവികളുടെ വിന്യാസം വരെയുള്ള പഠനം ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. തന്മാത്രാ ജീവശാസ്ത്രം, മോളിക്യുലാർ ബയോളജി. ഒരു ജീവിയിലെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമവും പ്രോട്ടീനുകളിലെ അമിനോ ആസിഡുകളുടെ ക്രമവും മറ്റു ജീവികളുടേതുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ ജീവികളുടെ പരിണാമപരമായ ബന്ധം കണ്ടെത്താനാകും. ശ്വസനവർണ്ണകമായ ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ തന്മാത്രയാണ് ഗ്ലോബിൻ എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം ശ്വസനവർണ്ണകമായ ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ തന്മാത്രയാണ് ഗ്ലോബിൻ. മനുഷ്യരിലെ ഗ്ലോബിൻ തന്മാത്രയിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണം മറ്റ് ജീവികളുടേതുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്ന പട്ടിക 2.1 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപീകരിക്കും. ജീവി ചിമ്പാൻസി. ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകൾ മനുഷ്യന്മാരുമായുള്ള വ്യത്യാസങ്ങളുടെ എണ്ണം 0, ഗൊറില്ല 1, എലി 31. മനുഷ്യരുമായി പരിണാമ ബന്ധം ഏറ്റവും കൂടുതലുള്ള ജീവി ഏത്? എന്തുകൊണ്ട്? മനുഷ്യരുടെയും ചിമ്പാൻസിയുടെയും ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിൽ അമിനോ ആസിഡുകൾ ക്രമം ഒരുപോലെയാണ്. ഇവ തമ്മിലുള്ള അടുത്ത പരിണാമ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. മനുഷ്യരുടെയും ഗൊറില്ലയുടെയും ഹീമോഗ്ലോബിനും ബീറ്റ ശൃംഖലയിൽ ഒരു അമിനോ ആസിഡിൽ മാത്രമാണ് വ്യത്യാസം. ഇത് പരിണാമമായി അടുത്ത ബന്ധമുള്ളവയാണെങ്കിലും ചിമ്പാൻസിയേക്കാളും അല്പം അകന്ന ബന്ധമാണ് ഉള്ളതെന്ന് സൂചിപ്പിക്കുന്നു. തന്മാത്രാ തലത്തിലുള്ള സാമ്യവ്യത്യാസങ്ങൾ, ശരീരഘടനാ താരതമ്യം, ഫോസിൽ പഠനം എന്നിവയിൽ നിന്നുള്ള അറിവുകളുമായി ബന്ധിപ്പിച്ചാണ് പരിണാമവൃക്ഷം ചിത്രീകരിക്കുന്നത്. പരിണാമചരിത്രം മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും ആധുനിക മാർഗമാണിത്. ചിത്രം 2.5 വിശകലനം ചെയ്ത് DNA താരതമ്യ പഠനം നൽകുന്ന നിഗമനങ്ങൾ രേഖപ്പെടുത്തു. ചിമ്പാൻസിയുടെ DNA ശ്രേണി മറ്റുള്ള ജീവികളുടെ DNA ശ്രേണിയുമായി പൊരുത്തപ്പെടൽ ശതമാനത്തിൽ. കുരങ്ങ്
92%, ഗൊറില്ല 96%, മനുഷ്യൻ 98%, ചിമ്പാൻസി 100%. ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും DNA ശ്രേണികൾ തമ്മിൽ 98.1% സാമ്യമുണ്ട്. മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും DNA ശ്രേണികൾ തമ്മിൽ 98.1% സാമ്യമുണ്ട്. ഈ ഉയർന്ന സാമ്യം സൂചിപ്പിക്കുന്നത് ഇവർ താരതമ്യേന സമീപകാലത്ത് ജീവിച്ചിരുന്ന ഒരു പൊതു പൂർവികനിൽ നിന്ന് പരിണമിച്ച് വ്യത്യസ്ത ശാഖകളായി പിരിഞ്ഞു എന്നാണ്. മറ്റ് ജീവിവർഗങ്ങളുമായുള്ള ചിമ്പാൻസിയുടെ DNA സാമ്യം പരിശോധിക്കുമ്പോൾ ഗൊറില്ലയുമായി 96.2% സാമ്യവും കുരങ്ങായി 92.1% സാമ്യവും കാണിക്കുന്നു. ഈ ശതമാന കണക്കുകൾ വ്യക്തമാക്കുന്നത് ചിമ്പാൻസികൾക്ക് കുരങ്ങുകളേക്കാൾ കൂടുതൽ സാമ്യത ഗൊറില്ലകളാണെന്നാണ്. DNA സാമ്യം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ജീവിവർഗങ്ങൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം അടുത്തതായിരിക്കും. ഈ കണ്ടെത്തലുകൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവികൾ എങ്ങനെയാണ് പൊതുപൂർവികരിൽ നിന്ന് പരിണമിച്ചുണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ശാസ്ത്രീയ ധാരണയെ ശക്തിപ്പെടുത്തുന്നു. ആന്തരഘടനയിലെ താരതമ്യം. ജീവികളുടെ ആന്തരഘടന താരതമ്യം ചെയ്ത് പഠിക്കുന്നത് പരിണാമത്തിന് ശക്തമായ തെളിവുകൾ നൽകുന്നു. ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണം 2.6 വിവരണം എന്നിവ വിശകലനം ചെയ്ത് വ്യത്യസ്ത ജീവികളുടെ ആന്തരഘടനയിലെ സമാനതകൾ ജീവപരിണാമത്തെ സാധൂകരിക്കുന്നതെങ്ങനെ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കും. മനുഷ്യന്റെ കൈ, പൂച്ചയുടെ മുൻകാലുകൾ, തിമിംഗലത്തിന്റെ ഫ്ലിപ്പർ, വവ്വാലിന്റെ ചിറക് എന്നിവയുടെ അസ്ഥികൾ സമാനമാണ്. എന്നാൽ ഈ അവയവങ്ങൾ അവയുടെ ബാഹ്യഘടനയിലും പ്രവർത്തനത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. ഈ ജീവികളെയെല്ലാം ഒരേ തരത്തിലുള്ള അസ്ഥികളാണ് മുൻകാലുകളിൽ കാണപ്പെടുന്നത്. ഈ ജീവികളെല്ലാം ഒരു പൊതു പൂർവികനിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും ഓരോ ജീവിയുടെയും പരിസ്ഥിതി ജീവിതശൈലിക്കും അനുസൃതമായി അവയുടെ മുൻകാലുകൾ രൂപാന്തരപ്പെടുന്നുവെന്നാണ് പറയുന്നത്. ഫോസിൽ തെളിവുകൾ. പുരാതന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളോ ആണ് ഫോസിലുകൾ. പുരാതന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളോ ആണ് ഫോസിലുകൾ. ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണം 2.7 വിശകലനം ചെയ്ത് ഫോസിലുകൾ ജീവപരിണാമ പ്രക്രിയ മനസ്സിലാക്കാൻ സഹായിക്കുന്നതെങ്ങനെയെന്ന് കുറിപ്പ് തയ്യാറാക്കും. ജീവപരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണ്. ഉദാഹരണം, കുതിരകളുടെ പൂർവികരുടെ കാലുകൾ ഇന്നത്തെ കുതിരകളുടേതിനേക്കാൾ ചെറുതായിരുന്നു. ഇടനില ഫോസിലുകൾ ജീവികൾ തമ്മിലുള്ള പരിണാമമായ ബന്ധം തെളിയിക്കുന്നു. ഉരകം, പക്ഷി എന്നിവയുടെ സ്വഭാവങ്ങളോടുകൂടിയ ആർക്കിയോപ്ടെറിക്സ് ഭൂമിയിൽ മുമ്പ് ജീവിച്ചിരുന്ന നിരവധി ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടുള്ളതായി തെളിയിക്കുന്നുണ്ട്. ദിനോസറുകൾ, മാമത്തുകൾ. പരിണാമം ഒരു തുടർ പ്രക്രിയ. മിക്ക വൈറസുകളുടെയും ജനിതക വസ്തു RNA ആണ്. DNA അപേക്ഷിച്ച് RNAക്ക് മ്യൂട്ടേഷനുകൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ RNA വൈറസുകൾ വേഗത്തിൽ പരിണമിക്കും. വൈറസുകളുടെ പരിണാമത്തിൽ മ്യൂട്ടേഷനുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ചില മ്യൂട്ടേഷനുകൾ വൈറസുകൾക്ക് അവയുടെ ആതിഥേയകോശത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനോ ആന്റിവൈറൽ മരുന്നുകളോട് പ്രതികരിക്കാനോ ഉള്ള ശേഷി നൽകുന്നു. ഇത് ആതിഥേയ കോശത്തെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും പെരുകാനും അവയെ സഹായിക്കുന്നു. ഇത്തരം മ്യൂട്ടേഷനുകൾ വൈറസിന്റെ പുതിയ വകഭേദങ്ങൾക്ക് കാരണമാകുകയും പ്രകൃതി നിർദ്ധാരണം വഴി അവയുടെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കോശങ്ങളെ ബാധിക്കുന്ന കഴിവ് നൽകിയ മ്യൂട്ടേഷനിലൂടെയാണ് ഡെൽറ്റ കോവിഡ് വൈറസ് അതിവേഗം പടർന്നത്. വാക്സിനുകളെയും പ്രതിരോധശേഷിയെയും മറികടക്കാൻ ഒമിക്രോണിന്റെ സ്പൈക്ക് പ്രോട്ടീനിൽ ഉണ്ടായ മ്യൂട്ടേഷനുകൾ കാരണമായി. ജീവപരിണാമത്തെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പ്രസന്റേഷൻ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കൂ. വൈറസുകളിലൂടേതുപോലെ മനുഷ്യരുടെ രൂപപ്പെടലിനും പെട്ടെന്നുള്ള പരിണാമപരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമോ? വൈറസുകൾക്ക് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ
നീണ്ടുനിന്ന പരിണാമം നടന്നിട്ടുള്ളതായി ഞാൻ വായിച്ചിട്ടുണ്ട്. മനുഷ്യ പരിണാമം നിരവധി കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇക്കാലയളവിൽ മനുഷ്യന് എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? സസ്തനി വിഭാഗത്തിലെ കുരങ്ങന്മാരുടെയും ആൾക്കുരങ്ങുകളുടെയും മനുഷ്യരുടെയും പൊതുപൂർവികർ പ്രൈമേറ്റുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. സസ്തനി വിഭാഗത്തിലെ കുരങ്ങുകളുടെയും ആൾക്കുരങ്ങുകളുടെയും മനുഷ്യരുടെയും പൊതുപൂർവികർ പ്രൈമേറ്റുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവരായിരുന്നു. ഇവയുടെ പൊതു സവിശേഷതകൾ എന്ന് പറയുന്നത് മറ്റു വിരലുകളോട് സമൂഹമാകുന്ന തള്ളവിരൽ, കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പരിചരണം നൽകാൻ സഹായിക്കുന്ന ദീർഘമായ ഗർഭകാലം, മരങ്ങളിൽ ജീവിക്കാൻ പരിചരണം നൽകാൻ സഹായിക്കുന്ന ദീർഘമായ ഗർഭകാലം. മനുഷ്യ പരിണാമ വൃക്ഷത്തിൽ ഉൾപ്പെടുന്ന ജീവികൾ ഏതെല്ലാമാണ്? ചിത്രീകരണം 2.8 നിരീക്ഷിച്ച് സൂചകങ്ങളെ ആസ്പദമാക്കി ചർച്ച ചെയ്ത് നിഗമനങ്ങൾ രൂപീകരിക്കൂ. അപ്പം കുരങ്ങുകൾ പരിണാമം സംഭവിച്ചല്ല മനുഷ്യനുണ്ടായത്. കുരങ്ങുകളും മനുഷ്യരും പ്രൈമേറ്റുകളുടെ ഉപവിഭാഗമായ ആന്ത്രോപോഡിയൻസിൽ ഉൾപ്പെടുന്ന പൊതുപൂർവികനിൽ നിന്ന് വ്യത്യസ്ത ശാഖകളായി പരിണമിച്ചവരാണ്. ഇവ 2 പ്രധാന ശാഖകളായി പരിണാമം നടന്നു. ഒന്ന് കുരങ്ങുകൾ ഉൾപ്പെടുന്ന സെർക്കോപിത്തിക്കോയിഡിയ വിഭാഗവും മറ്റൊന്ന് ആൾക്കുരങ്ങുകളും മനുഷ്യരും ഉൾപ്പെടുന്ന ഹോമിനോയിഡ വിഭാഗവും. അപ്പം എങ്ങനെയാണ് കുരങ്ങുകൾക്ക് പരിണാമം സംഭവിച്ചല്ല മനുഷ്യനുണ്ടായത്. കുരങ്ങുകളും മനുഷ്യരും പ്രൈമേറ്റുകളുടെ ഉപവിഭാഗമായ ആന്ത്രോപോഡിയൻസിൽ നിന്ന് ഉൾപ്പെടുന്ന പൂർവികരിൽ നിന്ന് വ്യത്യസ്ത ശാഖകളായി പരിണമിച്ചു. ഇവ 2 പ്രധാന ശാഖകളായി പരിണാമം നടന്നു. ഒന്ന് കുരങ്ങുകൾ ഉൾപ്പെടുന്ന സെർക്കോപിത്തിക്കോയിഡിയയും 2 ഹോമിനോയിഡയും. സെർക്കോപിത്തോഡിയ ചെറിയ മസ്തിഷ്കവും വാൽ ഉള്ളവരും ഹോമിനോയിഡിയ വലിയ മസ്തിഷ്കവും വാൽ ഇല്ലാത്തവരും. മനുഷ്യനോട് പരിണാമമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവി ഏതെന്ന് കണ്ടെത്തൂ. ഇതിന് കാരണം ഏതെന്ന് തിരിച്ചറിയുന്നു. പട്ടിക 2.1 നൽകിയിട്ടുള്ള ജീവികളുടെ തന്മാത്രാ താരതമ്യ പഠനം നൽകുന്ന തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കണ്ടെത്തൽ സാധുത സ്വയം വിലയിരുത്തൂ. പരിണാമ ചരിത്രം അനാവരണം ചെയ്യുന്നതിൽ ഫോസിലുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. മനുഷ്യ പരിണാമ ചരിത്രവും ലഭ്യമായ ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുവാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടുണ്ട്. ചിമ്പാൻസിയെയും മനുഷ്യനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന MRCAയിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പരിണാമ പാതയിൽ മറ്റ് ചില ജീവികളും ഉണ്ടാകുമല്ലോ. അവയെക്കുറിച്ചുള്ള വിവരണം വിശകലനം ചെയ്ത് ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കും. സഹലാന്ത്രപ്പോസ് ചാഡൻസിസ് മനുഷ്യ പരിണാമ പരമ്പരയിലെ ആദ്യ കണ്ണി. ആഫ്രിക്കയിലെ ചാഡിൽ നിന്നും ഫോസിലുകൾ കണ്ടെത്തു. മസ്തിഷ്കത്തിന്റെ വലിപ്പം 350 cm3. ആസ്ട്രോലിപിത്തിക്കസ് 450 cm3 മസ്തിഷ്കം. ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ ഏതാണ്ട് പൂർണ്ണമായ ഫോസിൽ ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തി. അസ്ഥികൂടത്തിന്റെ ഘടന ഇരുകാലുകളിലുള്ള നടത്തം സ്ഥിരീകരിക്കുന്നു. അടുത്തത് ഹോമോ ഹബിലിസ്. ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നും ലഭിച്ചു. വലിയ തലയോടെ കൈകൾ ഉപയോഗിച്ച് കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. ചെറിയ കൂട്ടമായി ജീവിച്ചു. വേട്ടയാടൽ ആരംഭിച്ചു. ഇതിന്റെ മസ്തിഷ്ക വലുപ്പം 600 cm3. ഹോമോ ഇറക്ടസ് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചു. ഇരുകാലുകളിൽ നിവർന്ന് നടക്കാൻ കഴിവുള്ളവർ. വിശാലമായ നെറ്റിത്തടം. മിശ്രഫുക്കുകൾ. മികവ് കൂടിയ കല്ലായുധങ്ങൾ വേട്ടയാടുന്നതിനായി ഉപയോഗിച്ചു. 900 cm3 ഇതിന്റെ മസ്തിഷ്ക വലിപ്പം. ഹോമോ നിയാണ്ടർതാലൻസിസ് 1450 cm3 ഇതിന്റെ മസ്തിഷ്ക വലിപ്പം. ആധുനിക മനുഷ്യന്റെ സമകാലികർ. ജർമ്മനിയിൽ നിന്ന് ഫോസിലുകൾ ലഭിച്ചു. ചെറുതും ചെരിഞ്ഞതുമായ നെറ്റിത്തടം, കട്ടി കൂടിയ പുരുക്കിത്തടം എന്നിവയായിരുന്നു ഇവ ശരീരങ്ങൾ മറവ് ചെയ്തിരുന്നു. അടുത്തതാണ് ഹോമോ സാപ്പിയൻസ്. ആധുനിക മനുഷ്യർ. സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും സ്വായത്തമാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും നഗരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. സാംസ്കാരികമായി ഏറ്റവും അധികം പരിണാമം സംഭവിച്ച വിഭാഗവും ഹോമോ സാപ്പിയൻസ് ആണ്. 1350 cm3 മസ്തിഷ്ക വലിപ്പം. ഇനി ഇതിന്റെ പൂരിപ്പിക്കാവുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ഇത് ഒരു പട്ടികയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യമാണ്, നമുക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പം അത് ഞാൻ ആഡ് ചെയ്തേക്കാം.
നിയാണ്ടർത്താലുകളും ആധുനിക മനുഷ്യരും. നിയാണ്ടർത്താലുകളും ആധുനിക മനുഷ്യർക്കും പൊതു പൂർവിക ജീവിയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവ രണ്ടും സഹവസിക്കുകയും പരസ്പരം ജീനുകൾ കൈമാറുകയും ചെയ്തു. ആഫ്രിക്കൻ ഇതര ആധുനിക മനുഷ്യർക്ക് ഏകദേശം 1-2% നിയാണ്ടർത്തൽ DNA ഉണ്ടെന്ന് ജനിതക തെളിവുകൾ കാണിക്കുന്നു. നിയാണ്ടർത്താലുകളുടെ മസ്തിഷ്കത്തിന്റെ വലിപ്പം ആധുനിക മനുഷ്യരുടേതിനേക്കാൾ ശരാശരി അല്പം കൂടുതലായിരുന്നു. അവയുടെ മസ്തിഷ്ക ഘടന കാഴ്ചയ്ക്കും ശരീര നിയന്ത്രണത്തിനും കൂടുതൽ അനുയോജ്യമായിരുന്നു. ആധുനിക മനുഷ്യരുടെ മസ്തിഷ്കം സാമൂഹിക ഇടപെടലിനും സങ്കീർണമായ ചിന്തയ്ക്കും സഹായകമായി. നിയാണ്ടർത്താലുകൾക്ക് വംശനാശം സംഭവിച്ചത് 40,000 വർഷങ്ങൾക്കു മുമ്പ്. മനുഷ്യ മസ്തിഷ്ക വികാസം കഴിഞ്ഞ 3 മുതൽ 4 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിലുണ്ടായ മസ്തിഷ്ക വലിപ്പ വർധനവ് മനുഷ്യ പരിണാമത്തിലെ മുഖ്യ പ്രവണതയാണ്. 2 ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് മസ്തിഷ്ക വലിപ്പം ഏകദേശം 3 ഇരട്ടിയായി. ഇത് സങ്കീർണമായ സ്വാഭാവിക സ്വഭാവങ്ങളും ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവും ഉയർന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവും മനുഷ്യന് നൽകി. മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനും സംസ്കാരം വികസിപ്പിക്കാനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും ഇത് മനുഷ്യനെ സഹായിച്ചു. ചെറിയ തലച്ചോറുള്ള പൂർവികരിൽ നിന്ന് ഹോമോസാപ്പിയൻസിലേക്കുള്ള മാറ്റത്തിന് അടിത്തറയിട്ടത് ഈ മസ്തിഷ്ക വിഭാഗമാണ്. മസ്തിഷ്കവും അനുബന്ധ ഭാഗങ്ങളും ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കൂടുതൽ പരിണാമപരമായ ഉൾക്കാഴ്ച കൈവരിക്കുന്നതിന് കാരണമാകും. അപ്പോൾ ഇത്രയാണ് 2ാമത്തെ പാർട്ട്. ഇത് മനുഷ്യരിലെ നാഡീവ്യവസ്ഥ. അടുത്ത ചാപ്റ്ററായിട്ട് ഒരൊറ്റ പാർട്ടായിട്ട്, അതൊരു വലിയ പാർട്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഇതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. ഇതിലെ ബാക്കി 2 ഭാഗങ്ങളും നിങ്ങളൊന്ന് നോക്കി വെക്കണം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഈ 2 പാർട്ടുകൾ നോക്കി വെക്കണം. ഉറപ്പായും നോക്കി വെക്കണം. കാരണം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നോക്കി വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാവരും നോക്കാത്ത ഒരു പോർഷൻ ആയിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ആയിരിക്കും. പക്ഷെ മനുഷ്യരിലെ നാഡീവ്യവസ്ഥ അത് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന പോർഷൻ നിങ്ങൾക്ക് കിട്ടാതെ വരും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് താഴെ പോകും, മൈനസ് വരും, പ്രശ്നങ്ങൾ വരും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.